ആ വീട് നോക്കി വായപ്പോഴും അകത്തല്ല പോയിരുന്നു. ജിമ്മിന് പറഞ്ഞു ഞാൻ കുളിച്ച് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു ജിമ്മിന് പോയിരുന്നു. ജിമ്മിന് പറഞ്ഞു അവൻ മയങ്ങി വീണായിരുന്നു. ഇപ്പം നൈറ്റായിരുന്നു. രാവിലെ നൈറ്റ് അവനക്ക് അറിയില്ലായിരുന്നു. അതൊരു ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് അവൻ അയക്കിയത്. അവിടെ ഫോറസ്റ്റിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്. അവനക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നത്. ഒരുപാട് ടയർഡായിരുന്നു. പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ വെച്ചില്ലായിരുന്നു. ഹീറോയും നൈറ്റാണ് റൂം റെസ്റ്റ് എടുത്ത് രാവിലെ നോക്കുക എന്ന് പറഞ്ഞാൽ ജിമ്മിന് ഹീറോയിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും നൈറ്റായിരുന്നു. അങ്ങനെ നൗഫളെ കണ്ടിട്ട് എന്താടാ വാത്തീസ് ഇവിടെ ചെയ്യാൻ നൗഫളൊക്കെ കാരണം എടാ നിൻ്റെ മാരേജിൻ്റെ മച്ച എനിക്ക് വരാൻ പറ്റില്ലടാ. നീ എന്താ ഫോറസ്റ്റിൽ അറിയില്ലടാ ഞാൻ ഫോറസ്റ്റിൽ വന്നുമായിരുന്നു വാടാ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ പോകാൻ പറ്റില്ലടാ എന്നിട്ട് പറയുന്നുടാ. ഇപ്പോൾ കാട്ടിൽ ആപത്തുണ്ട് വാ ഈ വീട്ടിൽ താമസിക്കുക. നീ മയങ്ങി വീണത് ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അത് മരത്തിലാണ് ഒരു വീട് മാറി. ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതൊരു ഫോറസ്റ്റാണ്. അങ്ങനെ പുറത്ത് ശരിടാ നമുക്ക് പോവാം. നൈറ്റായിരുന്നു ഹീറോയിൻ റൂമിൽ വന്നിട്ട് അങ്ങനെയായിട്ട് ജിമ്മിന് ഹീറോയിനെ നോക്കി ലുക്ക് ചെയ്യുന്നു തുടങ്ങിയിരുന്നു. ജിമ്മിന് പറയാൻ തുടങ്ങിയാണോ നീ ഇങ്ങോട്ട് പോവാ എന്ന് പറയുന്നു. എന്താണെന്ന് പറഞ്ഞ് ജിമ്മിൻ്റെ അടുത്ത് വരുന്നു ഹീറോയിൻ. ഇതല്ല ജിമ്മിന് പറഞ്ഞ ഹീറോയിനെ ഒരു ലുക്ക് ചെയ്തിരുന്നു. എന്താണെന്ന് പറഞ്ഞ് ജിമ്മിന് ഹീറോയിനെ അടുത്ത് ചേർന്ന് കിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഹീറോയ്ക്ക് എന്താ സത്യം എന്ന് പറയുന്നു. ഇല്ല തുടങ്ങിയായിരുന്നു. രണ്ടുപേരും ഇതായിരുന്നു എല്ലാം നടന്നായിരുന്നു. അങ്ങനെ ഹീറോയിനോട് 1 മന്ത് ലീവ് എടുത്തു. എന്നിട്ട് പറഞ്ഞായിരുന്നു പറയുന്നു നോ 1 മന്ത് ഇനി കുറച്ച് നാളായിരുന്നു എന്ന് പറഞ്ഞു. 1 മന്ത് നമുക്ക് ഹണിമൂൺ പോയിട്ട് വരാം എന്ന് 1 മന്ത് ലീവ് ഇട്ടു. ഹീറോയിന് ഇങ്ങോട്ടും ഇങ്ങോട്ടല്ല കറങ്ങായിരുന്നു. നൗഫിൾ വന്ന് നോക്കുമ്പോൾ നൗഫിളിൻ്റെ മമ്മി പറയാം ഹീറോയിൻ്റെ ഉമ്മ പറയായിരുന്നു എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ രസമോ അത് എനിക്കറിയില്ല ഞാൻ മയങ്ങി വീണതാ. അവരാരും പറയണം കേട്ടില്ല. നൗഫിൾ മമ്മി പറയുന്നുടാ നിന്നെ മാരേജ് കഴിച്ചാൽ അതും എങ്ങനെ വെച്ച് പോയിടാ എന്ന് പറഞ്ഞ നൗഫിൾ മമ്മി വഴക്ക് പറയുന്നു. സോറി മാധവ് പറയുന്നുണ്ട് അന്ന് നൗഫിൾ ശരി ആ കോളേജ് വരും അപ്പം ഞാൻ സംസാരിക്കാം എന്ന് പറയായിരുന്നു. 1 മന്ത് അവനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ 1 മന്ത് ലീവ് കഴിഞ്ഞായിരുന്നു കോളേജിൽ ഹീറോയി വന്നായിരുന്നു. അത് നൗഫിൾ ഹീറോയിനെ കണ്ടായിരുന്നു. അവിടെ അല്ല എന്ത് പറയാ അങ്ങനെ നൗഫിൾ ആ കോളേജിൻ്റെ അവിടെ ഗേറ്റിനോട് വെച്ചായിരുന്നു. ഹീറോ ഇരുന്ന് കണ്ടായിരുന്നു. നൗഫിൾ കൈ പിടിച്ചായിരുന്നു. അങ്ങനെ ഹീറോ ഇറങ്ങി കാറിലാണ് ജിമ്മിന് വന്നത്. നൗഫിൾക്ക് അറിയില്ലായിരുന്നു. കാർ വന്ന് ഇങ്ങനെ കാറകത്ത് വന്ന് അതിൽ ഇറങ്ങിയിട്ട് വരുന്നു. നൗഫിൾക്ക് അറിഞ്ഞു അതിനകത്ത് ജിമ്മിനുണ്ട്. ജിമ്മിനെ ഇറങ്ങി വന്നു. ഇതുകൊണ്ട് നൗഫിൾക്ക് അറിയില്ലായിരുന്നു ജിമ്മിനെ ഇറങ്ങി നടന്നുകൊണ്ട് പോയിരുന്നു. നൗഫിൾ ഹീറോയിനെ കൈ എടുത്തോണ്ട് പോയി തല കളിച്ചോണ്ട് പോയത്. ജിമ്മിൻ ഷോക്കായിരുന്നു. എന്തായിട്ട് നടക്കുന്നത് ഇതിനല്ലേ മാരേജ് ആയിക്കോട്ടെ. നൗഫിൾ പറഞ്ഞു എനിക്കടിയില്ല മാരേജ്. നൗഫിൾ പറഞ്ഞിട്ട് എനിക്ക് മാരേജായി. നൗഫിൾ പറഞ്ഞു ആ നമ്പർ എൻ്റെ ഹസ്ബൻഡ് വന്നു. ജിമ്മിന് ഇറങ്ങി വന്നിരുന്നു. നൗഫിൾ എന്താ ചെയ്യുക സാർ അത് ജിമ്മിന് പറയുന്നു. ജിമ്മിലാണ് ആ കോളേജിൻ്റെ ഡീൻ പറഞ്ഞാൽ കോളേജ് ചെയർമാൻ മതി. ജിമ്മിന് പറഞ്ഞ് പേടിച്ചിട്ട് സാർ അത് ജിമ്മിന് മുറക്കായിരുന്നു. ഞാനാണ് ഈ കോളേജ് ഓണർ. എന്താണ് ഇങ്ങനെ കാട്ടുന്നത് ജിമ്മിന് മുറട്ടാൻ തുടങ്ങിയായിരുന്നു. ജിമ്മ് പറഞ്ഞൊരു ഷോക്കായിരുന്നു. സാർ അത് നമ്മുടെ ഹീറോയിൻ നല്ല പഠിക്കുന്ന കുട്ടിയാണ് എല്ലാവർക്കും അറിയും. അതുപോലെ പഠിക്കുന്ന ഇഷ്ടമാണ്. ഹീറോയിൻ പറഞ്ഞൊരു ഷോക്കായിരുന്നു. സാർ പറഞ്ഞേക്ക് ജിമ്മ് മുറട്ടായിരുന്നു ഓടായിരുന്നു. നൗഫിൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെയോട് നൗഫിൾ അവിടുന്ന് പോയിരുന്നു. നൗഫിൾക്ക് എന്ത് ചെയ്യുന്ന അറിയില്ല. ഇവർക്ക് എല്ലാം നടന്നു എന്ന് ജിമ്മിനെ നോക്കുമായിരുന്നു. നൗഫിൾ നോക്കി മുറക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. നൗഫിൾ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞായിരുന്നു. നൗഫിൾ മമ്മി പറയുന്നു ഈ മാസ്റ്റർ ഫൈനൽ ഇയർ പഠിച്ചു കഴിഞ്ഞല്ലേ. നൗഫിൾ അതേ എന്താ ചെയ്യുന്നു ഇനി പണിക്കെന്ത് പോവാ മോം പറഞ്ഞേക്ക്. നൗഫിളുടെ ഡാഡി എന്താണ് നീ പഠിക്കുന്നത് പറഞ്ഞ എനിക്കെല്ലാം കഴിഞ്ഞ മോം ഡാഡ് അതുകൊണ്ട് എന്താ ചെയ്യാം ബിസിനസ് നോക്കണ്ട നൗഫിൾ. സോറി ഡാഡ്. നൗഫിൾ പറഞ്ഞ ഒരു ബിസിനസ് നോക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. നൗഫിൾ പറഞ്ഞ നൗഫിളുടെ ഡാഡിക്ക് പറഞ്ഞ ഹോട്ടൽ പറഞ്ഞ ഡാഡ് ഞാൻ ചെഫ് പഠിക്കില്ല ഞാൻ വേറെ ഡിഗ്രി പഠിക്കും മാസ്റ്റർ ഡിഗ്രി പഠിക്കാൻ പോകാം. നൗഫിൾ പറയുന്നു. നൗഫിൾ എത്ര പണം ചിലവാ പറയോ പോമാ ഞാൻ ജോബ് പഠിക്കാമോ. നൗഫിൾ ഡാഡി ശരിടാ പഠിച്ചോ എന്ന് പറഞ്ഞു. നൗഫിൾ അതേ കോളേജ് കഴിച്ചത്. നൗഫിൾക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് അതേ കോളേജ് നൗഫിൾ ഹീറോയിനെ ശ്രദ്ധിച്ചു നോക്കുക. ജിമ്മിന് കൊണ്ടുവെക്കുന്ന ഹീറോയിനെ ക്യാരിങ് നന്നായിട്ട് നോക്കി തുടങ്ങിയ ഹീറോയ്ക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഹീറോ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് ഫൈനൽ 3rd ഇയറാണ് പഠിച്ചത്. ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോകുന്നു. ഹീറോയി ഫൈനൽ ഇയർ ആയിരുന്നു. ഇപ്പോൾ ഹീറോയി പറഞ്ഞു മതി എനിക്ക് പഠിച്ചത്. പിന്നെ ജിമ്മിനോട് പറഞ്ഞു. ജിമ്മി ഷോക്കായിരുന്നു. എന്താ നീ പറഞ്ഞു ആദ്യം മതി എന്ന് പറയുന്നു. ശരി ടെൻഷൻ തന്നാട്ടോ. അങ്ങനെ ഹീറോയ്ക്ക് പഠിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ജിമ്മിന്
പറയും. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ജിമിൻ ഹീറോയുടെ കാര്യം ചെന്ന് പിന്നെ അവർക്ക് രണ്ടാൾക്ക് എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു. ഹീറോ പറഞ്ഞു എനിക്ക് ബേബി വേണം. ജിമിൻ ഷോക്ക് എന്താ ബേബിയാ എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് എല്ലാം നടക്കുന്നത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണില്ല. ഹീറോയി പഠിച്ചു കഴിഞ്ഞു ഗ്രാജുവേറ്റ് പോയെന്ന് പറയുന്നത് ഷോക്കായിരുന്നു. നൗഫൾക്ക് ടെൻഷനായിരുന്നു. അവൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയോ. നൗഫൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു ജിമ്മിനെ. ജിമ്മിനൊക്കെ ഹീറോയിനെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പറഞ്ഞിട്ട് അതെ 3 ബേബീസ് ജനിച്ചായിരുന്നു. 2 ബോയ് 1 ഗേൾ ബേബിയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ആ ബേബി കൂടെ ഹീറോ ഡാൻസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് വളർന്നു പോലെ അപ്പോൾ ഇപ്പോൾ ജോബൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് നൗഫലൊക്കെ അറിയില്ലായിരുന്നു. ഹീറോയിനെ എടുത്തുകൊണ്ട് കൊറിയൊക്കെ ജിമ്മിൽ പോയായിരുന്നു. നൗഫൽ നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നു. ഹീറോയി പഠിച്ച ശേഷം കൊറിയൊക്കെ എടുത്തിട്ട് പോയിരുന്നു. ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ ജിമ്മിന് വന്ന കാര്യം ഒരു പാർട്ടി ഉണ്ടെന്ന് കാര്യം പറയായിരുന്നു. എൻ്റെ കോളേജിലെല്ലാം ഗേൾസാണ് എല്ലാവരും വന്നായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കൂട്ടി വരും. നൗഫൾക്ക് അത് വരായിരുന്നു. നൗഫൾക്ക് ഉമ്മ പറഞ്ഞ് നല്ല റിച്ച് ഗേൾ പറഞ്ഞിട്ട് നൗഫൾക്ക് മാരേജ് ചെയ്തു. നൗഫൽ വൈഫ് പോയി പറഞ്ഞാൽ കുറച്ച് ചബ്ബിയുണ്ട്. അങ്ങനത്തെ റിച്ച് ഗേളാണ്. നൗഫൽ ഉമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നു. നൗഫലിൻ്റെ ഉമ്മയാണ് എല്ലാ ജോലി ചെയ്യുന്നത്. നൗഫൽ വൈഫ് നൗഫലിൻ്റെ മമ്മി ടോർച്ചർ ചെയ്യായിരുന്നു. നൗഫൽ അമ്മയ്ക്ക് ഒരുപാട് സാഡാണ്. എന്തടാ നല്ല പെണ്ണടാ അതിനും ഇട്ടല്ലേ ഇപ്പം ഞാനാ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ പറയുന്നത്. നൗഫൽ വന്നായിരുന്നു ആ പാർട്ടിക്ക്. എന്താ ഹീറോ ഇവർ പറഞ്ഞിട്ട് നൗഫൽ വന്നായിരുന്നു. ജൂനിയേഴ്സ് എല്ലാം ഉണ്ട് ആ പാർട്ടിയാണ്. അങ്ങനെ അങ്ങനെയായിട്ട് വന്നായിരുന്നു. ഹീറോയി വന്നായിരുന്നു. ഹീറോയി കാറിലിറങ്ങി നൗഫൽ വലിയ നോക്കുമ്പോൾ ഹീറോയി ഇറങ്ങി വരുന്നു. നൗഫൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയി ഇറങ്ങി വരുന്നതായിരുന്നു. അപ്പോൾ ജിമ്മിന് ഇറങ്ങി വന്നു. പിന്നെ ഡോർ തുറക്കുന്നതായിരുന്നു. നൗഫൽ നോക്കുക എന്താ ഡോർ തുറക്കുന്നത്. ബേബീസ് എവിടെ വന്നായിരുന്നു. ജിമ്മിന് ബേബീസ് വന്ന് ഹാപ്പി ചെയ്ത്. അതുമാത്രമല്ല ഹീറോയിൻ്റെ ബേബീസ് 3 ബേബീസ് വന്നായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ കയ്യിൽ ഒരു ഗേൾ ബേബിയുണ്ട്. അത് 4 ബേബീസാണ്. ജിമ്മിൻ സന്തോഷത്തിൽ ബേബീസിനെ എടുത്തിട്ട് വരാം. നൗഫൽ ഷോക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് ഹീറോയിൽ പോയത് നൗഫൽ കണ്ടുകാതെ ഹീറോ അങ്ങനെയുള്ള ഫാമിലി ഫോട്ടോസ് എടുത്തത് ഹാപ്പി എൻഡിങ് സ്റ്റോറി.